നമസ്കാരം, ഞാൻ വാഹിദ നിസാർ ആലുവ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് നമ്മൾ വർഷങ്ങളായി നേരിടുന്ന, എന്നാൽ ഇപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നേക്കുന്ന ഒരു വിപത്താണ് തെരുവ് നായി ശല്യം. തെരുവ് നായ്ക്കളെ നമുക്ക് ഇല്ലാതാക്കേണ്ടത്, അല്ലെങ്കിൽ അവരുടെ ശല്യം ഇല്ലാതാക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. ഈ വെളുപ്പിന് പള്ളിയിൽ പോകുന്നവർ, അമ്പലങ്ങളിൽ പോകുന്നവരുണ്ട്. ഇവരുടെ പുറകിലും അതുപോലെ മദ്രസ വിദ്യാഭ്യാസത്തിന് പോകുന്ന കുട്ടികൾ, ഇതൊക്കെ രാവിലെയാണ്, 6 മണിക്ക് ശേഷമാണ് അവരുടെ ക്ലാസ്സുകൾ തുടങ്ങുന്നത്. ആ സമയത്തൊക്കെ പേടിച്ചാണ് റോഡിലൂടെ ഈ കുട്ടികൾ യാത്ര ചെയ്യുന്നത്. ഇതിനൊക്കെ ഒരു ശാശ്വതമായൊരു പരിഹാരം കാണേണ്ടതുണ്ട്. ഈ തെരുവ് നായ്ക്കളുടെ ശല്യം എവിടെ നിന്നാണ്? അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മുമ്പോട്ട് വെക്കേണ്ടത് നമ്മുടെ വീടുകളിലും ഹോട്ടലുകൾ, ചിക്കൻ സെൻ്ററുകൾ, അതുപോലെ ബീഫ് സ്റ്റാളുകളിൽ നിന്നൊക്കെ കൊണ്ടുവന്നിടുന്ന വേസ്റ്റ് കൂമ്പാരങ്ങളിൽ നിന്നാണ് തെരുവ് നായ്ക്കളുടെ ശല്യം നമുക്ക് കൂടുന്നത്. നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന വേസ്റ്റുകൾ വഴികളിലേക്ക് വലിച്ചെറിയുകയും അത് തിന്ന് കൊഴുത്ത് ഉണ്ടാകുന്ന ഈ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന നായ്ക്കളുടെ ശല്യമാണ് കൂടുതൽ നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ പല വീഡിയോകളിലും നമ്മൾ കാണുന്നുണ്ട്, കുട്ടികളെ ഓടിച്ചിടുക, കടിക്കുക. ചില കുട്ടികൾ മരണപ്പെട്ടിട്ട് വരെയുണ്ട്. തെരുവ് നായ്ക്കൾ കടിച്ചതിൻ്റെ പേരിൽ മരണപ്പെട്ട കുട്ടികൾ വരെയുണ്ട്. നമ്മൾ നായ്ക്കളെ കൊല്ലുന്നതിനോ ഒന്നുമല്ല നമ്മളിവിടെ ആവശ്യപ്പെടുന്നത്. നമ്മൾക്ക് ഒരു ജീവിയെയും കൊല്ലാൻ നമുക്ക് അവകാശമില്ല. നമ്മൾ മനുഷ്യരെ പോലെ തന്നെയാണ് എല്ലാ ജീവികളും നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ഒന്ന്, നമ്മളുടെ ഈ വേസ്റ്റ് കൂമ്പാരങ്ങൾക്ക് ഒരു ശാശ്വതമായ ഒരു പരിഹാരം പഞ്ചായത്തുകൾ ബേസ് ചെയ്തും അല്ലാതെയും നമ്മൾ കാണേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പഞ്ചായത്ത് ബേസ് ചെയ്ത ഒരു ക്ലാസ് നടക്കുകയുണ്ടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാലിന്യ മുക്ത കേരളം, അതാണ് അവരുടെ മുദ്രാവാക്യം. എങ്ങനെ നടക്കും? ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. കാരണം അത് മാലിന്യമുക്ത കേരളമാക്കണമെങ്കിൽ ജനങ്ങളും അധികാരികളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് തെരുവ് നായ്ക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ, അവർ നമുക്ക് തെരുവ് നായ്ക്കളെ കിട്ടുന്ന ഭക്ഷണങ്ങൾ ഈ തെരുവിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണങ്ങളാണ്. അല്ലാതെ ഇപ്പം നമ്മളൊരു പട്ടിയെ അല്ലെങ്കിൽ നമ്മൾ വളർത്തുകയാണെങ്കിൽ അവർക്ക് നല്ല നല്ല ഫുഡുകൾ, പാല്, മുട്ട, അവർക്ക് വേണ്ട പരിചരണം, അവർക്ക് വേണ്ട ആരോഗ്യനില സംരക്ഷിക്കുന്നതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ, ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. വീടുകളിൽ നിന്ന് ആ മക്കളെക്കാൾ സ്നേഹിക്കുന്ന ചില വീഡിയോകൾ കണ്ടിട്ടില്ലേ? കുട്ടിയെ നടത്തി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പട്ടിയെ തോളത്തിട്ട് കൊണ്ടുപോകുന്ന വീഡിയോകൾ നമ്മൾ കാണാറുണ്ട്. അവർക്കൊക്കെ സംരക്ഷണം കിട്ടുന്നുണ്ട്. തെരുവ് നായ്ക്കളെ സംബന്ധിച്ച് അവർക്ക് സംരക്ഷണം കിട്ടുന്നില്ല. ഒരുപാട് പേരുടെ മരണത്തിന് ഉത്തരവാദികൾ ആകുന്നുണ്ട് ഈ നായ്ക്കൾ. അതിനെന്താ ചെയ്യേണ്ടത്? ഷെൽട്ടറുകൾ ഉണ്ടാക്കുക എന്ന് നമ്മൾ ഇപ്പോൾ സുപ്രീം കോടതി ഒരു വിധി ഇറക്കിയിട്ടുണ്ട്. ഈ തെരുവ് നായ്ക്കളെ പിടിച്ച് അവരെ വന്ധ്യംകരണം ചെയ്ത് ഷെൽട്ടറുകൾ ഉണ്ടാക്കാം. ഈ സുപ്രീം കോടതിയുടെ വിധി ഏത് പഞ്ചായത്തിൽ അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട ഏത് സ്ഥാപനങ്ങളിൽ അത് നടത്തിയിട്ടുണ്ട്? ഈ പട്ടികളെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. 2 പട്ടികളെ കൊന്ന് വലിച്ച് എഴച്ചു പോകുന്ന, അതായത് അവരെ തൊടലിട്ട് കെട്ടിയിട്ട് വലിച്ചു കൊണ്ട് പോകുന്ന വളരെ ക്രൂരമായ ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു. ആ വീഡിയോ നമ്മൾക്ക് ഏത് മൃഗസ്നേഹികളെയും കരളലിയിക്കുന്ന വീഡിയോ ആണ്. അവർക്ക് അതിൻ്റേതായ ശിക്ഷ കൊടുക്കുക തന്നെ വേണം. എന്നാൽ നമ്മളുടെ ആവശ്യം ഈ തെരുവ് നായ്ക്കളുടെ ശല്യം കുറക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യം തന്നെയാണ്. നമ്മളുടെ കുട്ടികളെ നമുക്കാണെങ്കിലും ആർക്കാണെങ്കിലും, വയസ്സന്മാർക്കാണെങ്കിലും ജനങ്ങൾക്ക് പുറത്തിറങ്ങി ഏത് സമയവും പേടിയില്ലാതെ ജീവിക്കേണ്ട ഒരു ആവശ്യമാണത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ പൊക്കി പിടിച്ചുകൊണ്ട് ഒരു അമ്മ കുട്ടിയെ രക്ഷിക്കുന്ന ഒരു വീഡിയോ നമുക്ക് സോഷ്യൽ മീഡിയ വഴി കാണാൻ സാധിക്കുകയുണ്ടായി.
ആ കുട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അമ്മ കൈകൾ പൊക്കി വെച്ചിരിക്കുകയാണ്. പട്ടി ആ കുട്ടിയെ കടിക്കണം. അപ്പോൾ ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് തെരുവ് നായ്ക്കളെ ഒരു ഷെൽട്ടറുകളിൽ താമസിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ അധികൃതർ കണ്ണു തുറക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ വേസ്റ്റ് കൂമ്പാരങ്ങൾ തെരുവോരങ്ങളിൽ വലിച്ചെറിയുന്ന സമ്പ്രദായം ഇല്ലാതാക്കണം. ഇപ്പോൾ പഞ്ചായത്തുകളിൽ ഒരു വേസ്റ്റ് ബിൻ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വേസ്റ്റ് ഇട്ട് അത് വളമാക്കിയെടുക്കുന്ന ഒരു രീതിയാണ് പറഞ്ഞു വരുന്നത്. പക്ഷെ അത് ഒരു പരിധി വരെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. കാരണം അതിൽ നമ്മൾക്കിപ്പോൾ ഫോർട്ട് കൊച്ചി ഭാഗങ്ങളിൽ, മട്ടാഞ്ചേരി ഭാഗങ്ങളിൽ ചെയ്യുന്ന സംവിധാനം നമ്മുടെ നാടുകളിൽ 3 സെൻറ്റ് 4 സെൻറ്റ് 2 സെൻറ്റിൽ താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ വേസ്റ്റ് കൊണ്ടുപോകുന്ന വീടിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ചാൽ കോർപ്പറേഷൻ വന്ന് കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായമാണ് അത്രയും തിങ്ങി താമസിക്കുന്ന മട്ടാഞ്ചേരി കൊച്ചി ഭാഗങ്ങളിൽ കണ്ടുവരുന്നത്. അതേ ഒരു സമ്പ്രദായം നമുക്ക് ഇവിടെയും കൊണ്ടുവരാൻ സാധിച്ചാൽ ഒരു പരിധിവരെ മാലിന്യമുക്ത കേരളമാക്കാനും സാധിക്കും. അതുപോലെ തന്നെ ഈ പട്ടികളുടെ ശല്യം നമുക്ക് കുറക്കാനും സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. തെരുവ് നായ്ക്കൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന നമ്മുടെ ജോസ് മാവേലിയെ ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിന് മുമ്പിൽ പോയി ജോസ് മാവേലി നീതി പാലിക്കുക എന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ കണ്ടു. എന്ത് മണ്ടത്തരമാണ്! ജോസ് മാവേലി നീതി പാലിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ജോസ് മാവേലി ഒരിക്കലും പട്ടിയെ കൊല്ലാൻ പറഞ്ഞിട്ടില്ല, അതിനെ ഉപദ്രവിക്കാൻ പറഞ്ഞിട്ടില്ല. അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, അതിൻ്റെ ശല്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ജോസ് മാവേലിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിപ്പോൾ നാളെ എനിക്കെതിരെയും പലതും പറയാം. പക്ഷേ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ, ഇപ്പോൾ ഈ പട്ടിയെ സംരക്ഷിക്കണം, ജോസ് മാവേലിയെ ഇതാക്കണം എന്ന് പറയുന്ന അവരിൽ ആരുടെയെങ്കിലും വീടുകളിലോ ആർക്കെങ്കിലും അവരുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും പട്ടി ഒന്ന് മാന്തുകയോ കടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെന്ത് നിലപാട് സ്വീകരിക്കും? അവർ തന്നെ ചിന്തിക്കും. ഇപ്പം എൻ്റെ മകളെയോ എൻ്റെ മകനെയോ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആരെയോ ഒരു പട്ടി കടിച്ചാൽ അല്ലെങ്കിൽ പട്ടിയുടെ ഉപദ്രവം ഉണ്ടായാൽ നമ്മൾ നേരെ പട്ടിക്കെതിരെ തിരിയുള്ളൂ. അല്ലാതെ കടി കൊണ്ട കുട്ടിക്കെതിരെ അല്ല, നീ അങ്ങോട്ട് പോയിട്ട് കടി വാങ്ങിയതല്ല എന്നല്ല നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ ചോദിക്കുന്നത് പട്ടിയുടെ ശല്യത്തിനെയാണ് നമ്മൾ അവിടെ പഴിചാരുള്ളൂ. ശരിക്കും അതല്ലേ വേണ്ടത്. അല്ലാതെ അതിനെതിരെ പ്രവർത്തിക്കുന്ന, അതിനെതിരെ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പട്ടിയെ നമ്മൾ അവരെ ഇല്ലാതാക്കാനല്ല, അതിനൊരു ശാശ്വത പരിഹാരം വേണമെന്ന് പറയുന്ന ഒരാൾക്കെതിരെ അല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അദ്ദേഹത്തോട് കൂടെ ചേർന്ന് നിന്ന്, അതുപോലെ പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂടെ ചേർന്ന് നിന്ന് ഈ പട്ടികളുടെ ആണെങ്കിലും മൃഗങ്ങളുടെയോ ഒരു സംരക്ഷണം നമ്മൾ ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ ജനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് മാറേണ്ടത്, അല്ലേ? നമസ്കാരം.